ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ പൊങ്കാല വിശേഷങ്ങളാണ് ഇപ്രാവശ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പൊങ്കാലയ്ക്ക് എല്ലാവരും പുതിയൊരു നേരിയത് മുണ്ടോ അങ്ങനെ എല്ലാം എടുത്ത് റെഡി ആവാറുണ്ട്. ഇപ്രാവശ്യം ഞാനൊരു സാരിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. ഇതാണ് എൻ്റെ സാരി. അങ്ങനെ തലേന്ന് തന്നെ ബ്ലൗസൊക്കെ റെഡിയാക്കി ഞാനത് സാരിയും ബ്ലൗസൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ. രാവിലെ നേരത്തെ തന്നെ ഞാൻ അടുക്കളയിൽ കയറി കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം അവിടെ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുമെങ്കിലും അവിടെ ഹസ്ബൻഡും കുട്ടികളും വരാറില്ല. സോ അവർക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കാറാണ് പതിവ്. അങ്ങനെ ഞാൻ ഒരു സെറ്റ് പാത്രങ്ങൾ പൊങ്കാലയ്ക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പക്ഷേ ഞാൻ പായസം മാത്രമേ ഇടുന്നുള്ളൂ. സോ അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പായസത്തിനുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചു. അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി. എൻ്റെ ബാഗും ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി പൊങ്കാലയ്ക്ക് ഇറങ്ങുവാണ്. എൻ്റെ ഒരു ഫ്രണ്ടും അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സോ രാവിലെ തന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് അടുപ്പ് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ റെഡിയായി നിൽക്കുകയാണ്. ഇത് നാലാഞ്ചിറയാണ് കേട്ടോ സ്ഥലം, തിരുവനന്തപുരത്തുള്ള നാലാഞ്ചിറ. നേരത്തെ കാണുന്നത് ബി മാർട്ടാണ്. ബി മാർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറെ എന്തെങ്കിലും പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കൊതുമ്പ് വളരെ കുറച്ച് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒരു പായസത്തിൽ മാത്രമായിട്ട് പൊങ്കാല ഒതുക്കിയത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ ഒരു അടുപ്പിനും ഷെൽട്ടറിനും ഫുഡിനും ഒക്കെ കൂടെ അവർ 70 രൂപയാണ് വാങ്ങുന്നത്. അങ്ങനെ പൊങ്കാല അടുപ്പ് കത്തിച്ചു. പൊങ്കാലയ്ക്കുള്ള തീ എല്ലാവരും കൈമാറി നമുക്ക് വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത്. അതൊന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. ഒരുപാട് കാര്യങ്ങളിൽ പകർത്താൻ പറ്റാതായിട്ടുണ്ട്. അത് ഒന്ന് ക്ഷമിക്കണം. എങ്കിലും പൊങ്കാല എന്നുള്ള അനുഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അടുപ്പ് വെള്ളം തിളച്ചപ്പോൾ കഴുകി വെച്ചിരുന്ന നമ്മുടെ ചെമ്പവരി പായസത്തിലുള്ള അരി നന്നായിട്ട് കഴുകിയിട്ട് 3 പ്രാവശ്യം ചുറ്റിച്ചിട്ട് ദേവിയെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സർവശക്തിമയായ നമ്മുടെ ദേവി എല്ലാവരെയും കാത്തു രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരി ഞാൻ അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി വെന്ത് കഴിഞ്ഞപ്പോൾ അതിനുള്ള ശർക്കര അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ കാഷ്യൂ, കിസ്മിസ്, തേങ്ങ ചിരവിയത്, ഏലക്ക, പിന്നെ അത്യാവശ്യം നല്ല കണക്കിന് നെയ്യൊക്കെ ഇട്ട് പായസം നമ്മുടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു വാഴയിലേക്ക് ഇട്ട് മൂടി വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അവിടെ റോഡ് സൈഡിൽ തന്നെ വലിയൊരു വീടുണ്ട്. ആ വീടിന് ഫ്രണ്ടിലുള്ള സ്ഥലത്തിലാണ് ഈ കമ്മിറ്റിക്കാർ ഫുഡിനുള്ള സ്ഥലമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ വെള്ളരിക്ക കിച്ചടി, പിന്നെ ക്യാരറ്റ് തോരൻ, പിന്നെ അവിയൽ, പിന്നെ മാങ്ങാച്ചാർ, ഇതൊക്കെയായിരുന്നു നമുക്ക് ഫുഡായിട്ട് കിട്ടിയിരുന്നത്. വളരെ നല്ലൊരു സഹകരണവും നല്ലൊരു അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ സാമ്പാറും പുളിശ്ശേരിയും ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ സാമ്പാർ മാത്രമേ എടുത്തുള്ളൂ. നല്ലൊരു ടാർപോളിനൊക്കെ കെട്ടി അവിടെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി നിവേദ്യത്തിനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. പോറ്റി തീർത്ഥവുമായിട്ട് വരും നമ്മുടെ ഈ നിവേദ്യങ്ങളെല്ലാം പുണ്യാഹം തെളിച്ച് ഭഗവതിക്ക് സമർപ്പിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള കാത്തിരിപ്പാണ്. നല്ല ചൂടായതുകൊണ്ട് പൊങ്കാല നിവേദ്യം ചെരുപ്പിടാതെയാണ് പോറ്റി വരിക. അപ്പോൾ അതിന് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കാലൊക്കെ നല്ല ക്ലിയർ ആക്കി തന്ന് അദ്ദേഹം വരുന്നുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ തളിച്ച് നിവേദ്യം പുണ്യാഹം തളിച്ച് നമ്മളെയുള്ള ദക്ഷിണയൊക്കെ ഇട്ട് കൊടുത്തു. വീടെത്തിയതിന് ശേഷം ഞാൻ നമ്മുടെ പൊങ്കാലയുടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയിട്ടോ. എല്ലാവർക്കും നമ്മുടെ അടുത്തുള്ളവരൊക്കെ പൊങ്കാല ഇടാത്തവരാണ്. അവർക്ക് എല്ലാവർക്കും പായസം കൊണ്ടു കൊടുക്കാനുള്ള തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയി. അങ്ങനെ ഞങ്ങളും എല്ലാവരും പ്രസാദം കഴിച്ചു, ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട്. ഇനിയിപ്പോൾ ബാക്കി വന്ന
ഈ ഒരു പൊങ്കാല ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിറ്റേ ദിവസത്തേക്ക് കൂടെ ഇത് ഉപയോഗിക്കാൻ അത്രേ ഉള്ളൂ. നമുക്ക് അത് ബാക്കി എല്ലാവർക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും എൻ്റെ ദേവി അനുഗ്രഹിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.